ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ആർ ടി ഓഫീസിലാട്ടോ. ഇവിടെ എന്തിനാണ് വന്നത് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയം ചിലപ്പോൾ ഈ വീഡിയോയിലൂടെ തീരാൻ സാധ്യതയുണ്ട്. ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം നമ്മുടെയൊക്കെ ചിലപ്പോൾ ചുറ്റുവട്ടത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വാഹനങ്ങൾ ഉണ്ടാവും. ഒരുപാട് കാലം മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന പഴയ വാഹനങ്ങൾ, ടാക്സ് അടക്കാതെ കിടക്കുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ കളവ് പോയ വാഹനങ്ങൾ, അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്ത് പൊളിച്ച് വിറ്റ വാഹനങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും നമ്മളെ പേരിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ടാക്സ് RRൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ, അതേപോലെ ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതൊരു ഇപ്പോൾ ഒരു സുവർണാവസരമുണ്ട്. ഗവൺമെൻറ് ഈ ഒരു മാസം നമുക്ക് അതിനൊക്കെ അല്ലേ നമ്മുടെ മേലിൽ നിന്ന് ഈ ഉത്തരവാദിത്വം ഒഴിവാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആർ ടി ഓഫീസറോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. സാറേ നമസ്കാരം. ഷഫീഖ് സാറേ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരികയാണെങ്കിൽ. പബ്ലിക്കിന് ആവശ്യമായ എന്ത് സംശയങ്ങളും ക്ലിയർ ചെയ്യുന്ന നിങ്ങളാണല്ലോ അതിൻ്റെ മാധ്യമ പ്രവർത്തകർ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. താങ്ക് യു സാർ, താങ്ക് യു. അതായത് ഇപ്പോൾ ഒരു 10 വർഷം മുന്നേ 8 വർഷം മുന്നേ ഉപയോഗിച്ചിരുന്നൊരു വാഹനം മറ്റൊരാൾക്ക് കൈമാറി, അയാൾ RC മാറ്റാതെ ഈ വാഹനം പൊളിച്ചു വിറ്റു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ വാഹനം നമ്മൾ ഇനി എങ്ങനെ ആദ്യത്തെ RC ഓണർ ഉത്തരവാദിത്തത്തിൽ നിന്ന് ടാക്സ് തെറ്റി കിടക്കുകയാണ്. ഒരു 5 വർഷം 6 വർഷമായിട്ട് റിന്യൂവൽ ടാക്സ് ഒക്കെ തെറ്റി കിടക്കുകയാണ്. അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? അതേപോലെ ടാക്സി വാഹനങ്ങൾ ടാക്സ് അടക്കാതെ ബ്രേക്ക് ടാക്സ് ഒക്കെ തെറ്റി കിടക്കുന്ന വാഹനങ്ങളുമുണ്ട്. അത് നമുക്ക് എങ്ങനെ നമ്മളെ പേരിൽ നിന്ന് ഒഴിവാക്കാമെന്നുള്ളൊരു സംശയം ഒരുപാട് നാളായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളുടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വാഹനം വിൽക്കുമ്പോൾ ആ വാഹനം കൊടുക്കുന്ന ആൾക്ക് പേര് മാറി കൊടുക്കേണ്ട ഒരു ബാധ്യത ഈ കൊടുക്കുന്ന ആൾക്ക് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന്റെ ഫോം 2 പൂരിപ്പിക്കുക, 29, 30 പൂരിപ്പിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ അഡ്രസ് പ്രൂഫ് വാങ്ങിച്ച് RT ഓഫീസിൽ കൊടുത്ത് ഫീസ് അടച്ച് കഴിഞ്ഞാൽ അയാളുടെ ബാധ്യത തീർന്നു. പിന്നെ അയാളുടെ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് RC പോകും. എന്നാൽ ഇപ്പൊ കണ്ടുവരുന്ന പ്രവണത വാഹനം അങ്ങ് കൊടുത്തതിന് ശേഷം പിന്നെ അതിന്റെ ടാക്സ് തെറ്റുക, അതിന് G ഫോം കൊടുക്കാതിരിക്കുക. ടാക്സ് നമ്മൾ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാഹനം ഓടുന്നില്ല എന്ന് കാണിക്കുന്നതിന്റെ ഫോമാണ് G ഫോം. ഈ G ഫോം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു 4-5 വർഷം കഴിയുമ്പോൾ 2 ലക്ഷം 3 ലക്ഷം രൂപ ഫൈനായിട്ട് കയറി വരുന്ന സമയത്ത് RR എടുക്കും, റവന്യൂ റിക്കവറി എടുക്കും. ഈ റവന്യൂ റിക്കവറി എടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവരുടെ വാഹനത്തിന്റെ ആള് പേര് മാറിയിട്ടില്ലെന്നും ഈ വാഹനം ഇപ്പം നിലവിലെവിടാന്ന് അറിയാനും പറ്റുന്നില്ല, കൊടുത്ത ആളിനെ അറിയുന്നില്ല. അങ്ങനെ മാനസിക വിഭ്രാന്തി മൂലം ഒത്തിരി ആളുകൾ നമ്മളെ RTOയെ കാണാൻ വരാറുണ്ട്. ഇവരുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഇത് കണ്ടിട്ടാണ് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് വൺ ടൈം ടാക്സ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന OTS പദ്ധതി. ഈ പദ്ധതിയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ 2020 മുതൽ 24 വരെയുള്ള ആവറേജ് ടാക്സ് എടുത്തിട്ട് അതിന്റെ 30% ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും അതിന്റെ 40% ട്രാൻസ്പോർട്ട് അല്ലാത്ത വെള്ളം ബോർഡ് വെച്ച വാഹനങ്ങൾക്കും വാങ്ങിച്ചിട്ട് ഗവൺമെന്റ് അവരെ രക്ഷിക്കുന്ന ഒരു നടപടിയാണ് OTS. ഇത് മാക്സിമം നിങ്ങൾ മുതലാക്കി ഇതിലേക്ക് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ സാധിച്ചാൽ നാളെ നമുക്ക് ടാക്സ് ബാധ്യതയിൽ നിന്ന് ഒഴിവാകുകയും മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ഇതിന് RC ഓണർ എന്തൊക്കെ രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ വണ്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് കാറ് 10 വർഷം മുന്നേ സെയിൽ ചെയ്തതാണ്. പക്ഷെ അത് വണ്ടി RC ഓണർ പേരിലാണ് കിടക്കുന്നത്. വണ്ടി സ്ക്രാപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാക്സും റിന്യൂവലും കാര്യങ്ങളൊക്കെ തെറ്റി കിടക്കുകയാണ്. അതിന് ഇനി RC ഓണർ എന്തെല്ലാം രേഖകളാണ് RT ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു രേഖയും ആ RC ഓണറുടെ കയ്യിൽ കാണാൻ വഴിയില്ല. വാഹനം 10 വർഷം മുമ്പ് വിറ്റുപോയി. വാഹനത്തിന്റെ നമ്പർ വാഹനത്തെ വാങ്ങിച്ച ആൾ ചിലപ്പോൾ മരിച്ചു പോവുകയോ ചിലപ്പോൾ അബ്സ്കോണ്ട് ആവുകയോ ചെയ്തിട്ടുണ്ടാകും. ഈ സന്ദർഭത്തിൽ വാഹനം മാത്രമാണ് എവിടെങ്കിലും കിടക്കുക, അല്ലെങ്കിൽ വാഹനവും ചിലപ്പം ഉണ്ടായിരിക്കും. ഈ സാഹചര്യത്തിലാണ് നമ്മൾ നേരെ ഈ OTS മുതലാക്കേണ്ടത്. ഈ OTS നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 200 രൂപ പത്രത്തിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പത്രത്തിൽ വാങ്ങിച്ച് എഴുതി കൊടുത്ത് ഇതിന്റെ സത്യവാങ്മൂലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നികുതി ബാധ്യതയിൽ നിന്ന് 100% ഇവർ 4 വർഷത്തെ ടാക്സ് മാത്രം, അതായത് 10 വർഷത്തെ ടാക്സ് ഉണ്ടെങ്കിൽ പോലും ലാസ്റ്റ് 4 വർഷത്തെ ടാക്സ് കണക്കാക്കി അതിന്റെ 40% അടച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇനി ഒരിക്കലും നികുതിയുടെ ബാധ്യത ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 31/3/2025 വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗവൺമെന്റിന്റെ സമയത്ത് ഇതില്ല. ഈ ഡേറ്റിനുള്ളിൽ ചെയ്യണം. ഈ ഡേറ്റിനുള്ളിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വർഷം വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് തെറ്റി അതിന് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതുവരെയുള്ള ആ ഗവൺമെന്റിന്റെ ജനങ്ങളെ സഹായിക്കുന്ന പദ്ധതിയിൽ പങ്കാളിയാവും, വിജയിപ്പിക്കും. വലിയൊരു ആശ്വാസമാണ്. അടക്കാനുള്ള ടാക്സിന്റെ വെറും 40% അടച്ചാൽ മതി പ്രൈവറ്റ് വണ്ടികൾക്ക്. ടാക്സി വണ്ടികൾക്ക് വെറും 30% അടച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബത്തിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ടൈമിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് പൈസയും ലാഭിക്കാം, നമ്മുടെ ആ വലിയൊരു ടെൻഷൻ ഒരുപാട് കാലമായിട്ടുള്ളത് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു. എന്തായാലും നിങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള പ്രത്യാശയോടെ നന്ദിയുണ്ട്. താങ്ക് യു.